എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നു. മഹാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നു. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാന ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാന ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നീടിയനന്ദ വന്ദനമേ. എൻ്റെ പൊന്നാടിയനന്ദ വന്ദനമേ. എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നേടിയനന്ദ വന്ദനമേ. എൻ്റെ പൊന്നാടിയനന്ദ വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവ അന്തികയുള്ള മഹൽ ശക്തി നീയേ. നാദാന്തികയുള്ള മഹൽ ശക്തി നീയേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവ അന്തികയുള്ള മഹൽ ശക്തി നീയേ. നാദാന്തികയുള്ള മഹൽ ശക്തി നീയേ. താതൻ സന്നിധിയില പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. താതൻ സന്നിധിയില പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. പക്ഷവാദം ചെയ്യും മമ ജീവനാഥ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവന്.
എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. മന്നീടത്തിലടിയ ജീവിക്കും നാളെന്ന് വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു. മന്നീടത്തിലടിയ ജീവിക്കും നാളം വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഓരോ വാക്കുമതിയെനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഓരോ വാക്കുമതിയെനിക്ക്. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഓരോ വാക്കുമതിയെനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഓരോ വാക്കുമതിയെനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഓരോ വാക്കുമതിയെനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഓരോ വാക്കുമതിയെനിക്ക്. മറ്റൊന്നും
വേണ്ടിപ്പോ നിന്റെ ഒരു മതി എനിക്ക്. ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഒരു നിമിഷം ഇരിപ്പിടം വിട്ട് ദൈവസ്ഥ എഴുന്നേറ്റ് ഒരു ഗാനം കൂടെ പാടി കർത്താവിന് ആരാധന കൊടുക്കാം. എല്ലാ ദൈവമക്കളും ദൈവസ്ഥ എഴുന്നേറ്റ് കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എൻ്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എൻ്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നീ
നിറഞ്ഞവനെ എന്നും സ്തുതി നിനക്കേ. മഹിമയും ബലവും നിറഞ്ഞവനെ എന്നും സ്തുതി നിനക്കേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങെ സ്തുതിച്ചു പാടിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. റിയാന്തലാല ശംദാര ചുടബാരഗദ റിമാനധാര ചൂടാരാചാരി ബോലോ ദോഷം ധാര ചുടബല വൈഡം ചാരം റിയാന്താശെറ്റലേരി. എൻ്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. വിമാന ശംദാര ചുടബല വൈഡം ചാര റിമാനാഥ ചൂടാരാധാ റി ബോലോ ദോ ശംദാര റിബാലാഥ ചൂടാരാധാ റി ബോലോ ദോ റിയാന്താരാധ ചൂടാരാധാ റിമനാരഗദാരഗദാരഗദാ ശംദാര ചൂടാരാധാ റിമോലോ റോക്കോ ശംദാര ചുടബല വൈഡം ചാരം രഗദാരഗദാ റിമനാ ശംദാര ചൂടാരാധാ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന. ചൂടാരാധാരി ബോലോ ദോഷം ധാര ചുടമന വൈഡം ചാരം രഗതം 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 റിമാന ധൂരാലാരാ ധൂരാരി ബോലോ ദോ ചൂടാരാധാരി മന രഗദാ രഗതം വൈഡം ചാരം രഗതം
ജൂഡിലി റിബാല ധാരാല റിപോലോദോ ശംദാര ചുടമന വൈഡം ചാരം രഗതം രഗതം അർത്ഥര വൈഡ പരാതകരാറി മന ശംദാര ചുടബല വൈഡം ചാരം രഗതം രഗതം റീബാല രമന ധൂരാല രമന അടമന ചുടല രമന ശ്മാറ്റുല റിമന റിമോലോദോ റോലോബോ ലാഷട്ടാല റീബാല ധൂരിലി റിമന റിയാന്താരാല ശ്മണ്ടോലോ റോമോനോ അന്യഭാഷകൾ 1-2 മിനിറ്റുകൾ കൂടെ ലാഷ് ബല റീമോനോ തോരോലോറബോ ലാഷറ്റേലി റീകാല രമന ജൂഡാരാജാരാലവ വൈഡമന ചുടല രമന റഗൽക്കരാല റീബോലോ തോരോലോബോ ലീമനാല രാധൂരാല റീബോലോ റീമന ശ്മണ്ടാല രമന കറ്ററാല ലാഷ് പട്ടല റോക്കത്തുല റിക്കത്തല ലേമന തുലര ലലമൊന്തോലോറമോ ശ്മേറ്റെ ലീബാല രമന തൂരിലി റിമന വൈഡമന ചുടിലി റിമന വൈഡരശസി ലീബാല രമന ലാഷറ്റാല റീബോറോ തുരിലി റിമന ശ്മാണ്ടാല രമന കറ്ററാലവ ശ്മോട്ടോലോറബോരോ തിരിലി ബല റിയാന്താരാല കർത്താവേ അങ്ങ് ചതിച്ച കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് മാത്രം വളരണം കർത്താവേ, അങ്ങയുടെ നാമം മാത്രം ഉയരണം. ഞങ്ങളുടെ അങ്ങയുടെ ദൈവപ്രവർത്തികൾ കാണുവാൻ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമജലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. സങ്കീർത്തനങ്ങൾ 75 വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയപ്രവർത്തികളെ ഘോഷിക്കുന്നു. ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്. ദൈവം ന്യായാധിപതിയാകുന്നു, അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിനു സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, ഒരു ആഴ്ചക്കാലം കർത്താവ് കാത്തു പരിപാലിച്ചതിനോർത്ത് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പം ഞങ്ങളെ യാത്രയിലും പോക്കിലെല്ലാം ദൈവത്തിൻ്റെ സൂതന്മാർക്ക് സംരക്ഷണ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് ആരാധന കർത്താവേ നിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഇന്നത്തെ ആരാധന കർത്താവ് ഏറ്റെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവേ. വർഷിപ്പ് ചന്തോചിതമായി നടത്തിയതിന് ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. അപ്പൻ്റെ ദൂതന്മാർ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പ്രാർത്ഥന കർത്താവേ. അപ്പം ഓരോ ഉള്ളങ്ങളെയും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ. വന്നവർക്ക് കർത്താവിന് ഏറ്റവും അനുഗ്രഹമേറിയ ഒരു മീറ്റിംഗ് ആയെന്ന് പറയുവാൻ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ അഭിഷിക്ത വചനമായി നിൽക്കുമ്പോൾ ഒരു മൂർച്ചയുള്ളൊരായുധം പോലെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൻ്റെ പ്രവൃത്തിയാൽ നിറയണമെന്ന് പ്രാർത്ഥന. അപ്പം ഞങ്ങളെ സഭയിൽ നിന്റെ കരങ്ങൾ മുറ്റുമായി സമർപ്പി ദൈവദൂതന്മാർ ഇറങ്ങി നോത്തു നന്ദി പറയുന്ന കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പം ഞങ്ങളെ സഭയിൽ കർത്താവെ ജനങ്ങൾ നിറഞ്ഞു കവിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പം രോഗികളായിട്ട് കടന്നു വന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥന കർത്താവെ. അവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുവാൻ പറ്റാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥന കർത്താവിൻ്റെ അത്ഭുതകാരം ചലിക്കണമേന്ന് പ്രാർത്ഥന കർത്താവെ. അപ്പൻ്റെ മഹത്വം നിറയണമേന്ന് പ്രാർത്ഥന കർത്താവെ. സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം കർത്താവെ. അപ്പോൾ ഒരു വർഷക്കാലം കർത്താവ് കാത്തു പരിപാലിച്ച കർത്താവെ. ഒരു വർഷത്തിലെ അവസാനത്തെ മാസത്തിൽ കർത്താവെ ആദ്യത്തെ ആഴ്ച ദൈവത്തിനെ മഹത്വപ്പെടുത്തുക കർത്താവ്. ഒരു കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം കർത്താവെ. അപ്പം അപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്തതുപോലെ കർത്താവെ. അപ്പം ഒരു വർഷക്കാലം കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതുപോലെ കർത്താവ്. ഞങ്ങളെ കൺമണി പോലെ കാത്തതുപോലെ കർത്താവെ. സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം കർത്താവെ. ഞങ്ങളെ സഭയെ കർത്താവ് മുറ്റും നിറയ്ക്കണമേന്ന് പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പം ഉണർവിന് വേണ്ടി ഞങ്ങളെ സഭയെ എടുത്ത് ഉപയോഗിക്കണമേന്ന് പ്രാർത്ഥന കർത്താവെ, ഞങ്ങളെ സഭയെ ഒരുക്കണമേന്ന് പ്രാർത്ഥന കർത്താവെ. അപ്പം ഞങ്ങളെ ജനങ്ങളെ കർത്താവെ, ഞങ്ങളെ സഭയിൽ നിന്ന് ജനങ്ങൾ നിറഞ്ഞു കവിയണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തിയാൽ വെളിപ്പെടുമാറാകണമേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ അത്ഭുതകാരം ചലിക്കണമേന്ന് പ്രാർത്ഥന കർത്താവെ. ഞങ്ങളെ സഭയിൽ ഒരു ഐക്യത ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെ ചെയിൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമേറിയ ഒരു മീറ്റിംഗ് ആയി എന്ന് പറയുവാൻ കർത്താവ് ഒരുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേക മക്കൾ കർത്താവെ ഞങ്ങളെ ചെയിൻ ബ്രദറിൽ പങ്കെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തികൾ നിറയണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പം ദൈവമേ അവിശുദ്ധനെ ശൈത്യമായിട്ട് ഉപയോഗിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഏറ്റവും അനുഗ്രഹമേറിയ ഒരു മീറ്റിംഗ് ആയി എന്ന് പറയുവാൻ കർത്താവ് ഒരുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൻ്റെ മഹത്വത നിറയ്ക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പം ദൈവത്തിൻ്റെ മഹത്വത നിറയ്ക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കാര്യങ്ങൾ താഴ്ത്തുന്നു. ആമേൻ. പകൽക്കാലം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് വാതിലുകളെ തുറക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഒരു വാതിൽ തുറക്കാതിരുന്നാൽ, ഇതിനകത്തായിരിക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാതിരുന്നാൽ ഒരാൾക്കും തുറക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു നന്മയുടെ വാതിൽ ദൈവം തുറക്കാതിരുന്നാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വഴി കർത്താവ് തുറക്കാതിരുന്നാൽ, അത് ഒരു ഉപജീവന മാർഗമായിരിക്കാം, കുടുംബ ജീവിതമായിരിക്കാം, വ്യക്തിപരമായ ജീവിതമായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തു തന്നെ ആയാലും ആര് തുറക്കണം? കർത്താവ് തുറക്കണം. പരിശുദ്ധ പിതാവ് തുറക്കണം. കർത്താവ് തുറക്കാതെ നിങ്ങളുടെ മുന്നേ ഒരു വഴി തുറന്നു വരികയില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രു അടച്ച വാതിലുകളെയും തുറക്കുവാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ശത്രു അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് തുറക്കും. കർത്താവ് തുറന്ന വാതിലുകളെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള കൃപ കർത്താവ് നൽകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ആത്മീക വളർച്ചയ്ക്കോ ഭൗതിക വളർച്ചയ്ക്കോ നമ്മൾ പുറത്തു വരാതിരിപ്പാൻ, ആത്മീകമായോ ഭൗതികമായോ വളർന്ന് പുറത്തു വരാതിരിക്കുവാനാണ് ആര് വഴി അടയ്ക്കുന്നത്? ശത്രു വഴി അടയ്ക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് നമ്മൾ ദേശത്തിൻ്റെ മധ്യേ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ ദേശത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശത്രുക്കളുടെ മധ്യേ ജീവിക്കുമ്പോൾ അവരുടെ മധ്യേ നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറന്ന് ദൈവത്തെ അറിഞ്ഞ നിങ്ങളുടെ മേൽ വരുന്ന നന്മകളെ മറ്റുള്ളവരുടെ മുന്നേ ഘോഷിക്കുവാനാണ് ദൈവം വഴി തുറക്കുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ മുന്നേ ദൈവം ഒരു വഴി തുറന്നാൽ മറ്റനേകരോട് നിങ്ങളത് സാക്ഷീകരിക്കണം. മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? പറയണം. മറ്റുള്ളവരെ അത് അറിയിക്കണം. നിങ്ങളുടെ മുന്നേ ശത്രു വഴി അടയ്ക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു അതിനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അതിനെ പൊട്ടിക്കുവാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്ത് പുറത്തു വരുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മുടെ മേൽ കർത്താവ് നൽകിയിരിക്കുന്ന വഴി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ മേൽ വച്ചിരിക്കുന്ന വഴികളെ തുറന്ന വ്യക്തികൾക്കായി ഞാൻ സ്തോത്രം പറയുന്നു. ഇനി ആരുടെയെങ്കിലും മുന്നേ ശത്രു ഏതെങ്കിലും വഴി അടച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവ തുറക്കുന്നതിനായും സ്തോത്രം പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് തുറന്ന വഴികളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും. കാരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നന്മകൾ പല തവണകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളിത് പ്രതീക്ഷിച്ച് കാണില്ല. നിങ്ങളുടെ ഈ കുടുംബജീവിതം പ്രതീക്ഷിച്ച് കാണില്ല. നിങ്ങൾ ഈ വ്യക്തിപരമായ ജീവിതം പ്രതീക്ഷിച്ച് കാണില്ല. നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്തോ ഭൗതിക ജീവിതത്തിനകത്തോ ഒരു പ്രതീക്ഷയുമില്ലാതെ ചില വഴികൾ നിങ്ങളുടെ മുന്നേ തുറക്കുന്നത് കാണുവാൻ കഴിയും. അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് നന്ദി വന്നിട്ടുള്ള വാക്കുകൾ വന്നിട്ടുള്ള വഴികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത്, എല്ലാം തകർന്നു എന്ന് തോന്നുന്നിടത്ത്, ഇനി അടുത്തൊരു ഓപ്പണിംഗ് ഇല്ല എന്ന് തോന്നുന്നിടത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി ഇല്ല എന്ന് തോന്നുന്നിടത്ത്, നിങ്ങളുടെ കുടുംബജീവിതം ഇനി മുന്നോട്ട് പോകില്ല എന്ന് തോന്നുന്നിടത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം തകർന്നു എന്ന് തോന്നുന്നിടത്ത്, നിങ്ങളെല്ലാം നശിച്ചു എന്ന് തോന്നുന്നിടത്ത്, നിങ്ങൾ ശൂന്യമായി എന്ന് തോന്നുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് നടക്കുന്നത് കർത്താവിൽ നിന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ ഓപ്പണിംഗ് നടന്നിട്ടില്ല. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത നന്മകൾ ലഭിച്ചു എന്ന് പറയുന്നവർ ഒന്ന് വായ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവെ, എന്നെ ഈ ഭൂലോകത്തിൽ നിർത്തി അങ്ങ് എന്നെ മാനിച്ചതിനായി നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, എൻ്റെ ഹൃദയപരമായി എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ഇനിയും എന്നെ പ്രയോജനപ്പെടുത്തണമേ. ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളെ എൻ്റെ മുന്നിൽ തുറന്നതിനായി നന്ദി കർത്താവെ എന്ന് പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ശത്രു നിങ്ങളുടെ മുന്നേ വഴി അടച്ച് ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കില്ലെന്ന് പറയുമ്പോൾ, എല്ലാം നശിച്ചു എന്ന് തുറന്നുമ്പോൾ കർത്താവ് അവിടെ വഴി തുറക്കും. ഹല്ലേലൂയ. 400 വർഷം ഇസ്രായേൽ ജനങ്ങളുടെ 400 വർഷം പ്രവാസ ജീവിതമായിരുന്നു.
തങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു, അടിമകളായി. അവിടെയുള്ള ഫറവോൻ എന്ന് പറയുന്ന രാജാവിനെ അവർ നിരന്തരമായി സേവിച്ചും ഇവരുടെ അധ്വാന ഫലമെല്ലാം ആ ദേശത്തിന് വേണ്ടി ചിലവാക്കിയും അവരുടെ ജീവിതം നശിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് മോശ എന്ന് പറയുന്ന അഭിഷിക്തനിലൂടെ യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നത്? ഒരു വഴി തുറക്കുന്നത്. ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത് കർത്താവ് 400 വർഷം, അതായത് 4 തലമുറ മാറി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞെടുത്ത് 400 തലമുറ മാറി 400 വർഷം കഴിഞ്ഞു. 440 വർഷത്തോളമായ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു ദൈവശബ്ദമായി മോശ മാറുന്നത്. ആ മോശ മാറുന്നത് വരെ അവരുടെ പ്രതീക്ഷയും അവരുടെ പ്രത്യാശയും ദൈവത്തിൽ ആശ്രയം വെച്ച് അവർ നടന്നതും ഫലമായി പലപ്പോഴും അവർ കഷ്ടങ്ങളും പ്രയാസങ്ങളും അടിമയുഗവും പ്രതികൂലങ്ങളും കണ്ടപ്പോഴും ദൈവ ശബ്ദം കേട്ട് അവർ ചലിച്ചപ്പോൾ അവർ ഇന്ന് വരെ കാണാത്ത മിസ്രൈമിലെ നന്മകളെപ്പോലും പ്രാപിച്ചുകൊണ്ട് കാനാൻ ദേശത്തിലേക്ക് പോയതുപോലെ ഇതിനകത്തായിരിക്കുന്ന നിങ്ങളുടെ മുന്നേ ശത്രു അടച്ച് ഇനി നിങ്ങൾ ഉയരില്ല എന്ന് പറയുന്ന ചില വഴികളെ ഈ ആളുകളെ തുറന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ചില നന്മകളെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ നൽകി കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ചില ഭവനങ്ങളകത്ത് നടക്കുവാൻ പോകുന്നു. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്നവർക്ക് ഇത് യഹോവയാൽ സാധിച്ചു, ഇത് ദൈവം എനിക്ക് നൽകി എന്ന് പറയുവാൻ തക്കമുള്ള ഒരു ചെറിയതും വലുതുമായ വഴികൾ ഇന്ന് പകൽക്കാലം ചിലരുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് അയക്കുവാൻ പോകുന്നു. ശത്രുവിൻ്റെ ചിന്തകളല്ല, ശത്രുവിൻ്റെ അധികാരമല്ല, ശത്രുവിൻ്റെ ആഗ്രഹമല്ല നടക്കുവാൻ പോകുന്നത്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചത്, ദൈവം നിങ്ങളെക്കുറിച്ച് കരുതിയത്, ദൈവം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചതുകൊണ്ട് പ്രിയ ജനമേ, ആരോടൊക്കെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനകത്തൊരു വഴിയുണ്ട്. എല്ലാം അടഞ്ഞെന്ന് തോന്നുന്ന വ്യക്തിയെ, നീ നശിക്കുവാനല്ല, നീ തകരുവാനല്ല, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുവാനല്ല, എല്ലാ നഷ്ടങ്ങളുടെ മീതെ ദൈവമുണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുവാൻ, നിന്റെ വാ കൊണ്ട് തന്നെ പറയിക്കുവാൻ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് തന്നെ പറയുവാൻ തക്കമുള്ള ഒരു നിയോഗത്തിലേക്ക് ചില വ്യക്തികളെ കർത്താവ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ആ നിയോഗത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ മുടിച്ച് തകർത്തിരിക്കുന്നവൻ്റെ നന്മകളെ വരെ പ്രാപിച്ചിട്ട് നിങ്ങൾ മടങ്ങിപ്പോവുകയുള്ളൂ. ഹല്ലേലൂയ. 400 വർഷം അധ്വാനിച്ച് അടിമയായി കിടന്നവന് ഒരൊറ്റ രാത്രി കൊണ്ട് അവൻ്റെ 400 വർഷത്തെ പ്രതിഫലവും കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. അവൻ അധ്വാനിച്ചത് ആർക്ക് വേണ്ടിയാണ്? മിസ്രൈമ്യ ജനങ്ങൾക്ക് വേണ്ടി. ആ മിസ്രൈമ്യരെ കൊള്ളയടിച്ചിട്ടാണ് തിരിച്ച് മടങ്ങി വരുന്നത്. യഥാർത്ഥ കൊള്ളയാണോ? ഇല്ല. മിസ്രൈമ്യയുടെ ഉള്ളിൽ തോന്നി ഇതെല്ലാം ഇവൻ്റെതാണ്, എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണമെന്ന് തോന്നി. അവരുടെ സമ്പത്ത്, അവരുടെ ധനം, അവരുടെ സാമ്പത്തികം എല്ലാം കൊടുത്തു. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അറിയാം, ഇസ്രായേൽ യാത്രയുടെ ഇടയിൽ യഹോവയായ ദൈവം നിയമപെട്ടകവും മറ്റുള്ള കാര്യം ചെയ്യുന്നതിൻ്റെ ആ സംഭവത്തിനകത്ത് അവിടെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ജനങ്ങളുടെ അകത്ത് ആരുണ്ടായിരുന്നു? പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു. എവിടെ നിന്ന് വന്നത്? അടിമനുഖത്തിൽ നിന്ന്. അടിമനുഖത്തിൽ നിന്ന് വന്നവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നന്മ തരുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തത്, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് താങ്ങുവാൻ കഴിയാത്ത വാതിലായിരിക്കും തുറക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യനായ എനിക്കോ നിങ്ങൾക്കോ ഊഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് വാതിൽ തുറക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്നിട്ടേ കർത്താവ് വാതിൽ തുറക്കൂ. മനുഷ്യനൊരു സ്റ്റാൻഡേർഡുണ്ട്, ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് ദൈവം പ്രവർത്തിക്കില്ല. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്യും? ദൈവം പ്രവർത്തിക്കും. നീ ദാവീദ് പറഞ്ഞതുപോലെ പറയേണ്ടി വരും, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതേപോലെയാണ് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പഴയ നിയമ പുതിയ നിയമ പുസ്തകത്തിനകത്ത് ഒരു താൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഏകദേശം 400 വർഷം എന്നാണ് പറയുന്നത്. ഇരുണ്ട കാലഘട്ടം എന്നാണ് വേദപണ്ഡിത ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ 400 വർഷം യഹോവയുടെ ശബ്ദമില്ല, പ്രവാചകന്മാരുടെ ശബ്ദമില്ല, എല്ലാ വഴിയും അടഞ്ഞു എന്ന് പറയുന്നിടത്ത് മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി യേശുവിന് വേണ്ടി വഴി തുറക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഒരു ദൈവശബ്ദമില്ലാതെ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി പോലും വെളിപ്പെടാതെ ഇന്ന് കാണുന്ന പല ചരിത്രവും സൃഷ്ടിക്കപ്പെട്ടതും പല കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും പഴയ നിയമത്തിലില്ലാത്ത പരീക്ഷന്മാർ, ന്യായശാസ്ത്രന്മാർ തുടങ്ങിയ പുതിയ മേഖലകൾ തുറന്നതെല്ലാം, പുതിയ നിയമത്തിനകത്ത് തുറന്നതെല്ലാം
പഴയ നിയമത്തിൻ്റെ ഈ ഇരുണ്ട കാലഘട്ടത്തിലാണ്. പിശാചിന് പ്രവർത്തിക്കുവാൻ, ഇരുട്ടിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന മേഖലകളിൽ നിന്നുകൊണ്ട് ദൈവം വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ ഈ ഭൂലോകത്തേക്ക് അയക്കുന്നതിന് മുന്നേ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ വഴി തുറക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആരോടെയൊക്കെ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന വ്യക്തികളുമായി ഈ നാളുകളിൽ നീ കണ്ടുമുട്ടും. നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞ വഴികളെ തുറക്കുവാൻ കഴിയുന്ന ചില അഭിഷിക്തന്മാരുമായി നിങ്ങൾ ലിങ്കാവും. ചില വ്യക്തികളുമായി കർത്താവ് നിങ്ങളെ കൂട്ടിമുട്ടിക്കും. അഭിഷേകം ചില വ്യക്തികളെ ചലിപ്പിക്കും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. 30 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച കർത്താവിനെ തൻ്റെ അഭിഷേകത്തിൽ കയറ്റിവിടാൻ ഒരു മനുഷ്യന് ആവശ്യമുണ്ടായിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളെ കർത്താവിന് അടുത്ത തലത്തിലേക്ക് എത്തുവാൻ ഈ സഭയിലകത്ത് ആയിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവാം ദൈവം പറയുന്നു, നിന്നെ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് കയറ്റുവാൻ ചില വ്യക്തികളുമായി, ചില ആത്മീക വ്യക്തികളുമായി നിന്നെ എൻകൗണ്ടർ ചെയ്യിക്കും. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയുമില്ലാത്ത ചില വ്യക്തികൾ നീയുമായി ബന്ധത്തിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വഴി അടഞ്ഞിരിക്കുമ്പോൾ ആ വഴിക്ക് അധിക കാലം അടഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു വഴി ഒരു ഇരുട്ടിൻ്റെ വഴിയാണ്, അല്ലെങ്കിൽ ഒരു വഴി അടഞ്ഞാൽ ഒരു അധിക കാലം അടച്ചിരിക്കുവാൻ കഴിയില്ല. നമുക്ക് ഈ ഡോർ അടച്ചിട്ടിരുന്നാലും നമ്മളിന്ന് ഒരാഴ്ച അടച്ചിട്ടു, ഞായറാഴ്ച എന്ത് ചെയ്തു? തുറന്നതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രു അടച്ചിട്ടിരിക്കുന്ന വഴികൾക്കും ഒരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കുവാൻ കഴിയില്ല. ശാശ്വതമായി അടയ്ക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? ദൈവത്തിനാണ്. ദൈവം ഒരു വാതിൽ അടച്ചാൽ ഒരു കാരണവശാലും ആർക്കും തുറക്കുവാൻ കഴിയില്ല. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, നോഹ എന്ന് പറയുന്ന വ്യക്തിയോട് പേട്ടകമുണ്ടാക്കുവാനും അതിനകത്ത് ആണും പെണ്ണുമായുള്ള ജീവജാലങ്ങളെ പ്രവേശിപ്പിക്കുവാനൊക്കെ പറഞ്ഞതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പറയുന്നു, ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്തു കടന്നവ സർവ്വജടത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു, യഹോവ വാതിൽ അടച്ചു. ഹല്ലേലൂയ. നോഹയോട് പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു, വാതിൽ ഇത്ര വീതിയിൽ വയ്ക്കാൻ പറഞ്ഞു, അതിന് മുകളിൽ ഒരു കിളിവാതിൽ വയ്ക്കുവാൻ പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് നോഹയോട് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മഴ പെയ്യുന്നതിന് മുന്നേ യഹോവയായ ദൈവം പുറത്തുനിന്ന് എന്ത് ചെയ്തു? വാതിൽ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ദൈവം ആ വാതിൽ അടച്ചു. പിന്നീട് ആ വാതിൽ തുറന്നതായി, അതായത് ആ പെട്ടകത്തിലുള്ള വാതിൽ തുറന്നതായി ഒരിടവും ചരിത്രത്തിൽ എഴുതിയിട്ടില്ല, ബൈബിളിൽ എഴുതിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, 40 ദിവസം കഴിഞ്ഞപ്പോൾ ശേഷം നോഹ താൻ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന കിളിവാതിൽ തുറന്നു. മെയിൻ വാതിൽ ആരാണ് അടച്ചത്? ദൈവം. ദൈവം അടച്ച വാതിലിനെ പിന്നീട് കാണാൻ പറ്റൂല. ഹല്ലേലൂയ. നിന്റെ മുന്നേ ശത്രു ഒരു വാതിൽ തുറക്കുമ്പോൾ ആ വാതിലിനെ അടയ്ക്കുവാൻ കർത്താവിനോട് പറയണം. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദൈവം തരുന്നതല്ല, എല്ലാ തിന്മകളും ദൈവം തരുന്നതല്ല. നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്ത് വാങ്ങുന്ന പ്രവണത മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മകൾ ദൈവഹിതപ്രകാരമാണോ എന്ന് നമ്മൾ നോക്കണം. ഒരു വിവാഹ ജീവിതം നമ്മുടെ ജീവിതത്തിനകത്ത് വരികയാണ്, നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. ദൈവഹിതം നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ വിവാഹത്തിന് കരം കൊടുക്കുവാൻ. ഒരു ഉപജീവന മാർഗം തുറന്ന് കിട്ടുകയാണ്, നമ്മൾ ചാടിക്കയറി നമ്മൾ ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, അതുകൊണ്ട് ദൈവം തന്നു എന്ന് പറഞ്ഞ് ചാടിക്കയറി അതിന് കൈ വയ്ക്കരുത്. എന്തു തന്നെ ആയാലും, ഏതു നന്മ നമ്മുടെ മുന്നേ തുറന്നാലും അതിനകത്തൊരു തിന്മയുണ്ടോ അല്ലെങ്കിൽ ശത്രുവിൻ്റെ കരമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ കരം വയ്ക്കാൻ. ഹല്ലേലൂയ. അതിനുകൊണ്ടാണ് ദൈവവചനത്തിനകത്ത് എപ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും ദൈവദാസന്മാരും പറയും, ദൈവഹിതം എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിവാഹം വരുമ്പോൾ അതൊന്നും അല്ല ആലോചിക്കുന്നത്, പയ്യൻ്റെ വീട്ടുകാർക്ക് എന്തുണ്ട്? പണമുണ്ടോ, 2 നില വീടുണ്ടോ, സർക്കാർ ജോലിയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. പിന്നീട് ഏറ്റവും ലാസ്റ്റിൽ സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദൈവഹിതം അന്വേഷിക്കും. ഹല്ലേലൂയ. അത് ജോലിയുടെ കാര്യമായാലും വസ്തു വാങ്ങുന്ന കാര്യമായാലും എന്ത് കാര്യമായാലും എല്ലാം എടുത്ത് ചാടിയ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവഹിതം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും പല കുടുംബങ്ങളും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, പാസ്റ്ററെ എൻ്റെ മോക്ക് കല്യാണമായി, അവരെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നിരുന്നു, നമ്മളെ വീട്ടുകാർ അങ്ങോട്ട് പോയി, ഇനി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കണം റെഡിയാണോ എന്ന്. എല്ലാം ആയി, എന്ത് ചെയ്യണം? ഇനി പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയണം അത് ദൈവഹിതമായിട്ട് തോന്നുന്നു. കുഴപ്പമില്ല പാസ്റ്ററെ, അത് നന്നായിട്ട് തന്നെ പോകും. പിന്നെ എന്തിനാണാവോ നമ്മളോട് അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയും
ഇല്ല, ഇനി പാസ്റ്ററോടെ പറഞ്ഞിട്ട് പാസ്റ്റർ പിണങ്ങിപ്പോയി, പറയാതിരുന്നിട്ട് പിണങ്ങിപ്പോയി എന്ന് പറയാതിരിക്കുവാൻ എന്ത് ചെയ്യുന്നതാണ്? ഒരു മുൻകൂർ ജാമ്യം ഇടുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിവാഹമല്ല എന്തു കാര്യമായാലും പാസ്റ്ററോട് പറഞ്ഞില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു അവസ്ഥ വരുമ്പോൾ, നമ്മൾ വസ്തു വാങ്ങുന്നതായാലും എന്ത് കാര്യം വന്നാലും നമ്മൾ ദൈവസന്നിധി ഇരിക്കില്ല. ആദ്യം നമ്മളെവിടെ ഓടും? ബാങ്കുകാരൻ്റെ അടുത്ത് പോകും. എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് നോക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. മാനുഷ്യമായി നമ്മളെല്ലാം നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? ഏറ്റവും ലാസ്റ്റിൽ ഒന്നും നടക്കില്ലെന്ന് തോന്നുമ്പോൾ ആരടുത്ത് വരും? ആരടുത്ത് വരും? ദൈവത്തിൻ്റെ അടുത്ത് വരും. പിന്നീട് ആര് വാതിൽ തുറക്കണം? അല്ലെങ്കിൽ നമ്മൾ പിണങ്ങും. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ദൈവസന്നിധി വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞത് പ്രകാരം ആര് വാതിൽ തുറന്നു കൊടുക്കണം? ദൈവം വാതിൽ തുറക്കണം. അതല്ല കേട്ടോ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ മകനും മകളുമാകുന്ന നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അപ്പനോട് ചോദിക്കണം, അപ്പാ ഇത് അങ്ങയുടെ ഹിതമാണോ? അങ്ങ് തന്നിട്ടാണോ ഈ വാതിൽ എനിക്ക് വേണ്ടി തുറന്നത്? ഈ വിവാഹ ജീവിതം, ഈ കുടുംബ ജീവിതം, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ വസ്തു, എനിക്ക് ലഭിക്കാൻ പോകുന്ന ഈ നന്മ അല്ലെങ്കിൽ ഇന്നത് എൻ്റെ ജീവിതത്തിനകത്ത് പിന്നീട് അതൊരു കഷ്ടത്തിലേക്ക് വരുമോ? അങ്ങയുടെ ഹിതപ്രകാരം തന്നെയാണോ ഇത് വന്നതെന്ന് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചോദിച്ച് വേണം നിങ്ങളടുത്തുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ. ആ തീരുമാനം ദൈവഹിതപ്രകാരമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മയായി ഭവിക്കും. ഹല്ലേലൂയ. മനുഷ്യർ വിചാരിച്ചാലും ശത്രു വിചാരിച്ചാലും ലോകം വിചാരിച്ചാലും അത് തകർക്കാൻ കഴിയില്ല. കാരണം ആ വാതിൽ തുറന്നത് കർത്താവാണ്. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ഒരു ശത്രുവിനും ഒരു വ്യക്തിക്കും ഒരു ലോകക്കാരനും അത് അടയ്ക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അടയ്ക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇസ്രായേൽ ജനങ്ങളുടെ യാത്രയെ മിസ്രൈം രാജാവിന് അടയ്ക്കുവാൻ കഴിയുമായിരുന്നു, ചെങ്കടലിന് അടയ്ക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷെ അവർക്ക് കഴിയാത്തതിന് കാരണം എന്തെന്നറിയാമോ? ആ വാതിൽ തുറന്നത് യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവം വാതിൽ തുറന്നിട്ട് മൗനമായിരിക്കില്ല. ദൈവം നിന്റെ മുന്നേ സഞ്ചരിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങളുടെ മുന്നേ രാത്രിയും പകലും ദൈവം സഞ്ചരിച്ചതുപോലെ, പകൽക്കാലം മേഘസ്തംഭമായും രാത്രികാലം അഗ്നിസ്തംഭമായി അവരുടെ മുന്നേ സഞ്ചരിച്ചതുപോലെ നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിലിലൂടെ നീ സഞ്ചരിക്കുവാൻ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ ദൈവ സാന്നിധ്യം നിന്നോടുകൂടെ ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ വായ കർത്താവ് അടയ്ക്കും. ഒരു നായി പോലും കുരച്ചില്ലെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ? ഇത്രയും ലക്ഷം ജനം രാത്രികാലമാണ് അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നത്. ഒരു പട്ടി പോലും എന്ത് ചെയ്യില്ല, കുരച്ചില്ല. ഹല്ലേലൂയ. നായുടെ വാ പോലും കർത്താവ് അടച്ചെങ്കിൽ മനുഷ്യൻ്റെയും നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ വാതിലടയ്ക്കാൻ നിമിഷം വേണമെന്ന് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു? നിനക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുവാൻ പോകുന്നു. പ്രാർത്ഥിക്കണം. ഇത് ദൈവം തുറന്ന വഴി തന്നെയാണോ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് എടുത്ത് വയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ശത്രുവിൻ്റെ കരം വരുന്നുണ്ടോ എന്ന് നിനക്കറിയുവാൻ കഴിയും. ശത്രു നിനക്കെതിരെ പ്ലാൻ ഒരുക്കുന്ന, പദ്ധതികൾ ഒരുക്കുന്ന, നിൻ്റെ ആത്മീയ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ തകർത്തെറിയുന്ന എന്തെങ്കിലും വഴികൾ അതിനകത്തുണ്ടോ എന്ന് അറിയുവാൻ കഴിയും. ദൈവഹിതമുള്ളതിന് മാത്രം കരം വയ്ക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തരുന്നതിന് മുന്നേ അതിനകത്ത് വേറൊരു വഴി തുറന്നതുപോലെ നമുക്ക് തോന്നും. നിങ്ങൾ ഇപ്പോൾ ചോദിക്കും, ശത്രു യഥാർത്ഥ നന്മ നമുക്ക് വേണ്ടി തുറക്കുമോ? തോന്നൂല്ലേ നിങ്ങൾക്ക്? ഹല്ലേലൂയ. പിശാച് നന്മ തുറക്കുമോ നമുക്ക് വേണ്ടി? തുറക്കുമോ? ആരുമില്ലേ? തുറക്കുമോ? അതാ ഞാൻ ഇപ്പം പറയുന്നത് കേട്ടിട്ട് തുറക്കുമെന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. തുറക്കും കേട്ടോ. നന്മ തുറക്കുന്നതല്ല, നന്മ തുറന്നതുപോലെ കാണിക്കും. അത് നന്മയൊന്നുമല്ല, നമ്മുടെ ആഗ്രഹത്തിനൊത്തവണ്ണം, നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛപ്രകാരമുള്ള എന്താ പറയുക, നന്മ നമ്മുടെ മേൽ തുറന്നു വരും. സാമ്പത്തികമായിരിക്കാം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ തരില്ല, സാമ്പത്തികം ഭൗതികമായുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? നന്മ തുറന്നതുപോലെ നമുക്ക് കാണിക്കും. നമ്മൾ അതിനകത്ത് പ്രവേശിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എന്ത് ചെയ്യുന്നത്? നമ്മൾ പെട്ടുപോയി. ഹല്ലേലൂയ. നമ്മുടെ മുന്നേ ശത്രു തുറക്കുന്ന വാതിലെ നിശ്ചയമായി നിങ്ങൾ തിരിച്ചറിയുക. അതാണ് കർത്താവിനെ പരീക്ഷിക്കുവാനായി കൊണ്ടുപോയതല്ലേ? കർത്താവിൻ്റെ എന്തെന്നാണ് പറഞ്ഞത്? തന്നെ സൃഷ്ടിച്ച ദൈവത്തെ വരെ പരീക്ഷിച്ചവനാണ് സാത്താൻ. അപ്പോൾ നമ്മളെയൊക്കെ പരീക്ഷിക്കാൻ എന്ത് എളുപ്പമെന്ന് ആലോചിച്ച് നോക്കണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അത് കർത്താവെന്ന് 100% ആർക്കറിയാം? സാത്താൻ അറിയാം. എന്നിട്ടും അവൻ പരീക്ഷിച്ചു. അവൻ പരീക്ഷിച്ച് ഈ ലോകത്തിലെ നന്മകളെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് പരീക്ഷിച്ചത്. എന്നെ തൊഴുത് എന്ന് ഇന്നത് കൊടുക്കാം, ഭൂലോകം മൊത്തം കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് ദൈവത്തോട് പറഞ്ഞതെല്ലാം ഇവിടെയുള്ള നന്മകളെക്കുറിച്ചാണ്. ദൈവത്തിന് കർത്താവിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് കൃത്യമായ മറുപടി കൊടുത്ത് മടക്കി വിട്ടു. ഹല്ലേലൂയ. നമ്മൾ പൗലോസിൻ്റെ ചരിത്രമൊക്കെ വായിക്കുകയാണെങ്കിൽ അറിയാം, പൗലോസ് ശീലാസുമായ ഒരു സ്ഥലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് നടന്നു വരുമ്പോൾ എന്ത് ചെയ്തു? വെളിച്ചപ്പാടുള്ളൊരു സ്ത്രീ അവരുടെ പിന്നാലെ നടന്ന്, ഇവർ ദൈവത്തിൻ്റെ മഹോന്നതന്മാർ ഇങ്ങനെ പറഞ്ഞ് അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആരാണ് പറഞ്ഞത്? സാത്താൻ. വെളിച്ചപ്പാടുള്ള സ്ത്രീയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളെപ്പോലെയുള്ളവരാണെങ്കിൽ നല്ല വഴി തുറന്നു, നല്ല പ്രവചനം പറയുന്ന ഒരു ആൻറ്റിയെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരുമായിരുന്നു. പൗലോസ് അത് എന്ത് ചെയ്തു? ശോധന ചെയ്തു. നിൻ്റെ മുന്നേ ശത്രു വഴി തുറക്കുന്നത് കൃത്യമായി മനസ്സിലാക്കണം. ശത്രുവാണോ തുറക്കുന്നത്? നിന്നെ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നത് ശത്രുവാണോ? നിൻ്റെ നന്മകളെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ശത്രുവാണോ എന്ന് നീ നിശ്ചയമായും നോക്കണം. ഹല്ലേലൂയ. ഇന്ന് വരെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്വയത്തിൽ ചിന്തകളെടുത്ത് നിങ്ങൾ വഴി തുറന്നു എന്ന് വിചാരിച്ച് സഞ്ചരിച്ചിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത തലത്തിലേക്ക് നിങ്ങളുടെ ചിന്ത പ്രകാരം, നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തോടുകൂടെ സഞ്ചരിച്ച് തുടങ്ങണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നേക്കാൾ ഉപരി നിങ്ങളുടെ വിഷയത്തിന് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും ഇതിനകത്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തോട് ചോദിക്കാതെ എന്തെങ്കിലും കാര്യത്തിന് സ്റ്റെപ്പ് വച്ചിട്ടുണ്ടെങ്കിൽ, അതിന്ന് ചിലപ്പം തകർന്നു കാണും, ചിലപ്പോൾ നേരെ ആയിരിക്കും നിൽക്കുന്നത്, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന സന്തോഷമോ സമാധാനമോ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂടെ പറയണം, മാപ്പ് പറയണം. ദൈവസന്നിധി നിന്നെ തന്നെ നിലമ്പാടെ വീഴ്ത്തണം. നിന്നെ തന്നെ കർത്താവിൻ്റെ സന്നിധി പൂർണ്ണമായും സമർപ്പിക്കണം. കർത്താവെ, അറിയാതെ, അങ്ങയോട് ചോദിക്കാതെ, അങ്ങയുടെ മകനാകുന്ന ഞാൻ അല്ലെങ്കിൽ മകളാകുന്ന ഞാൻ എന്ത് ചെയ്തു? ആ തീരുമാനം എടുത്തുപോയി. എനിക്കിനി അത് ചിലത് വിട്ടുകളയാൻ കഴിയില്ല. കുടുംബജീവിതം ആരംഭിച്ചവർക്ക് വിട്ടുകളയാൻ പറ്റില്ല, വ്യക്തിപരമായ ജീവിതം ലഭിച്ചവർക്ക് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ അതിന് വിട്ടുകളയാൻ കഴിയില്ല. കർത്താവെ, അങ്ങ് തന്നെ ഇതിനെ ഒന്ന് ക്ലിയറാക്കി എൻ്റെ കുടുംബജീവിതം ക്ലിയറാക്കി നൽകണം. എൻ്റെ വ്യക്തിപരമായ ജീവിതം എന്ത് ചെയ്യണം? ക്ലിയറാക്കി നൽകണം. ശത്രു തുറന്ന വാതിലായാലും അങ്ങക്ക് അത് ശരിയാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. പറയുമോ? ഹല്ലേലൂയ. മനുഷ്യർ പലതും ചിന്തിക്കുമ്പോൾ നിനക്ക് വേണ്ടി അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ തകർന്നു എന്ന് തോന്നുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവം ചിലത് വലുത് ചെയ്യും. മാനസാന്തരപ്പെടേണ്ട വ്യക്തികൾ എന്ത് ചെയ്യും? കർത്താവ് മാനസാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ കരം കാണുവാൻ ഇന്ന് പൂർണ്ണമായും കർത്താവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുവാൻ പോകുന്നു. ഇപ്പോൾ ഉള്ള വാതിലുകളെ കർത്താവ് ക്രമീകരിക്കുവാൻ പോകുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ കർത്താവ് വാഗ്ദത്തം ജീവിതത്തിൽ നടത്തിയ സമയത്ത് അവരുടെ മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നു? ചെങ്കടൽ വന്നു, എരിഹോ മതിൽ വന്നു, ഒരുപാട് തടസ്സങ്ങൾ വന്നു കേട്ടോ. ആ തടസ്സങ്ങൾ വന്ന സമയത്തെല്ലാം ദൈവം താൻ പ്രവർത്തിച്ച സ്ഥലമുണ്ട്, ദൈവം തൻ്റെ അഭിഷിക്തന്മാരിലൂടെ പ്രവർത്തിച്ച സ്ഥലമുണ്ട്, ദൈവം ദൂതന്മാരെ അയച്ച് പ്രവർത്തിച്ച സ്ഥലമുണ്ട്. ഇന്നും ഈ ലോകത്തിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നത് അഭിഷിക്തന്മാരിലൂടെ ആയിരിക്കാം. അതായത് കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷക്കാരിലൂടെ ആയിരിക്കാം, ദൈവദൂതന്മാരിലൂടെ ആയിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ ആയിരിക്കാം. ആരുടെ മനുഷ്യരിലൂടെയും ദൂതന്മാരുടെയും സ്വർഗം നേരിട്ടും ഇടപെട്ടും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? വഴികളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നേ അടഞ്ഞിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുപോയ ആ റൂട്ട് മാപ്പ് കൃത്യമായി ഗൂഗിൾ മാപ്പിനേക്കാളും ക്ലിയറായിട്ട് ആരുടെ കയ്യിലുണ്ടായിരുന്നു? കർത്താവിൻ്റെ കരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എന്തുമാത്രം വഴികളുണ്ടായിരുന്നു, എന്നിട്ട് എവിടെ കൊണ്ടുപോയി? ചെങ്കടൻ്റെ മുന്നേ കൊണ്ടുപോയി. അയ്യോ എന്തുമാത്രം വഴികളുണ്ടായിരുന്നു, എന്നിട്ടും യോർദാൻ്റെ കരയിൽ കൊണ്ടുപോയി. എന്തുമാത്രം വഴികളുണ്ടായിരുന്നു, എന്നിട്ടും എരിഹോ മതിലിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി. അപ്പുറത്ത് കയറുവാൻ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും ഇത് യഥാർത്ഥ ഗൂഗിൾ മാപ്പിനേക്കാളും ക്ലിയറായ റൂട്ടുള്ള യഹോവയായ ദൈവം കൊണ്ടുപോയതാണ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന നല്ല പാതയിലൂടെ ആയിരിക്കില്ല ചിലപ്പം ദൈവം നടത്തുന്നത്.
നമുക്കതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ വഴികൾ ഇടുക്കവും ഞെരുക്കവുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വിശാലതയേറിയതല്ല, ഇടുക്കവും ഞെരുക്കത്തിലൂടെയാണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. നമ്മൾ അപ്പോഴെന്ത് ചെയ്യും? തളർന്നു പോകും. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനങ്ങളും അങ്ങനെ തന്നെ. അവർ പിറുപിറുത്തതിന് കാരണം, അവർ നല്ല ഇറച്ചി കിട്ടിയില്ല എന്ന് മോശയോട് എതിർത്തതിന് കാരണം, അവരുടെ യാത്രയിൽ പല നന്മകൾ കണ്ടിട്ടും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്തതിന് കാരണം, അവരുടെ ജീവിതത്തിൽ കണ്ടതെല്ലാം കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലൂടെയുള്ള യാത്രയാണ്. ഹല്ലേലൂയ. പക്ഷെ ആ യാത്രയിലകത്തും മോശ എന്ന് പറയുന്ന അഭിഷിക്തന് അത്രയും ധൈര്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എത്തുവാൻ കഴിയുമെന്ന് ആർക്കറിയാമായിരുന്നു? മോശയ്ക്ക് അറിയാമായിരുന്നു. എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഈ ലോക ജീവിതം കഴിയുന്നത് വരെ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൈവിട്ട് പോകാതെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവ സാന്നിധ്യമില്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങരുത്. ദൈവ സാന്നിധ്യമില്ലാതെ നിങ്ങൾ ഒരു വഴിയിലേക്ക് പോകരുത്. ദൈവത്തിൻ്റെ ഹിതമില്ലാതെ നിങ്ങൾ ഒന്നിലും കൈ കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങൾ മോശ പലപ്പോഴും പിറുപിറുത്തപ്പോഴും മോശ ദൈവത്തോട് പറഞ്ഞത് ഒരൊറ്റ കാര്യമുള്ളൂ: നിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, മറ്റെന്തുണ്ടെങ്കിലും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നീ ചലിക്കരുത്. ഹല്ലേലൂയ. നിന്റെ സമ്പത്ത് കാണും, ആരോഗ്യം കാണും, നല്ല കഴിവ് കാണും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്? ചലിക്കരുത്. ഹല്ലേലൂയ. ചലിക്കുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ സമ്പത്തും ആരോഗ്യം ഒന്നുമില്ല എങ്കിലും നിന്റെ വഴി കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. ഈ സമ്പത്തും ആരോഗ്യവും ആൾബലവും എല്ലാം ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ മുന്നേ നന്മകളുടെ വാതിലുകൾ അടയും, തിന്മകൾ തുറന്നു വരും. അതേസമയം ഒന്നുമില്ല എങ്കിലും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ മുന്നേ നന്മകളുടെ വാതിൽ ദൈവം തുറക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുന്നേ ശത്രു അടച്ച വാതിലുകളെ തുറക്കുവാൻ നിങ്ങൾ മറ്റൊന്നിനു വേണ്ടിയും കാംക്ഷിക്കേണ്ട, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാംക്ഷിച്ചാൽ മതി. എൻ്റെ അപ്പ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം കർത്താവേ. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല കർത്താവേ. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്ക് സഞ്ചരിക്കുവാൻ കഴിയില്ല കർത്താവേ. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല കർത്താവേ. അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ മേൽ വെളിപ്പെടട്ടെ. എൻ്റെ ഈ മൺകൂടാരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീരട്ടെ. ഞാൻ നടക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം അങ്ങയുടെ സാന്നിധ്യം എന്നോടൊപ്പം ചലിക്കണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രസൻസ് അനുഭവിച്ചതിന് കൃത്യമായി മനസ്സിലാവും ഞാൻ ഇതെന്താണ് പറയുന്നതെന്ന്. ഹല്ലേലൂയ. എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവന് മനസ്സിലാവും. ദൈവ സാന്നിധ്യമില്ലാത്തവൻ മരുഭൂമി യാത്ര ചെയ്യുന്നത് പോലെയാണ് ജീവിതം. ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യമുള്ളവൻ മരുഭൂമിയിലൂടെ നടന്നാലും മരുപ്പച്ചയിലൂടെ നടക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നീ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും ആയിരിക്കുക. ആയതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, പല മനുഷ്യരിലൂടെയും ദൂതന്മാരിലൂടെയും ദൈവം വഴി തുറന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് ആ കല്ലറയിലേക്ക് കടന്നു വരുന്ന മതിലക്കാരി മറിയയും മറ്റുള്ളവരുടെ മുന്നേ അവർക്ക് ഏറ്റവും പ്രതികൂലമായി നിന്നത് ആ കല്ലറയുടെ വാതിൽ അടച്ചു വെച്ചിരുന്ന എന്തായിരുന്നു? ആ വലിയ പാറക്കല്ലായിരുന്നു. ആ കല്ല് എങ്ങനെ ഉരുട്ടി നീക്കുമെന്നുള്ള ചിന്തയിലാണ് അവർ വന്നത്. ഹല്ലേലൂയ. പക്ഷേ അതിനു മുന്നേ അതിനകത്ത് സംഭവിച്ചത്, കർത്താവ് അതിനകത്ത് നിന്ന് ആ കല്ല് ഉരുട്ടി മാറ്റാതെ തന്നെ കർത്താവ് എന്ത് ചെയ്തു? താൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവ് പറഞ്ഞതാണ്, എടാ ആ കല്ല് ഉരുട്ടി മാറ്റേണ്ട ഒരു ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ എന്നോട് അപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ കാണണം, എൻ്റെ ശരീരം കാണണം, എന്നെ ഒരിക്കൽ ഒരു നോട്ടം കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വരുന്നത് എന്താണ്? അവരുടെ മുന്നേ തടസ്സം നിൽക്കുന്ന പാറയെ ആലോചിച്ചുകൊണ്ടാണ്. നമ്മുടെ മുന്നേ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന, ദൈവഹിതപ്രകാരം ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നേ നിൽക്കുന്ന പാറയെ ഉരുട്ടി മാറ്റുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങും. ഹല്ലേലൂയ. നിൻ്റെ നന്മയ്ക്ക് തടസ്സമായാണ് പാറ നിൽക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ നന്മയ്ക്ക് തടസ്സമായാണ് വാതിലുകൾ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ പകൽക്കാലം ചിലരുടെ മുന്നേ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ.
അവിടെ കർത്താവിന് വാതിൽ തുറക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ആ പാറ ഉരുണ്ട് പോയപ്പോൾ അവർ അകത്ത് കയറിയ സമയത്ത് എന്ത് ചെയ്തു? അകത്ത് കയറിയപ്പോൾ കർത്താവ് അവിടെ ഇല്ല. ഹല്ലേലൂയ. കർത്താവ് പാറ ഉരുട്ടി മാറ്റിയിട്ടാണോ പോയത്? ഇല്ല. പക്ഷേ അവർ വരുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ദൂതൻ ഇറങ്ങി എന്ത് ചെയ്തു? ആ പാറ കഷ്ണം അല്ലെങ്കിൽ ആ വാതിലിനെ ഉരുട്ട് മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് നീ മൂവ് ചെയ്തു തുടങ്ങുമ്പോൾ, നീ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നീ നടന്നു തുടങ്ങുമ്പോൾ, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത്, ഭൗതിക ജീവിതത്തിനകത്ത് ഇന്ന് തടസ്സമായി നിൽക്കുന്ന ചില പാറ കഷ്ണങ്ങൾ നിന്റെ മുന്നിൽ നീ അറിയാതെ നീങ്ങിപ്പോകുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് തകർച്ചയിടുമെന്നും നിനക്കൊരു വഴി തുറക്കില്ലെന്നും വെല്ലുവിളിക്കുന്ന ചില പാറകളെ കർത്താവ് ഇന്ന് പകൽക്കാലം പൊട്ടിക്കും. ഇതുവരെ കാണാത്ത ചില നന്മകൾ ചിലരുടെ കരങ്ങളിൽ വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇതുവരെ കാണാത്ത, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചിലവാക്കിയതുകൊണ്ട്, ദൈവഹിതമുള്ള വ്യക്തികൾക്ക് കൊടുത്തതുകൊണ്ട്, അഭിഷിക്തന്മാരെ സഹായിച്ചതുകൊണ്ട്, സഭകളെ സഹായിച്ചതുകൊണ്ട്, ഇതിനകത്തിരിക്കുന്ന ആരോടെയൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുന്നേ ഇന്ന് അടഞ്ഞു എന്ന് തോന്നുന്ന ചില വാതിലുകളെ കർത്താവ് ഈ ദിവസങ്ങൾ തുറക്കുവാൻ പോകുന്നു. വീണ്ടും നിനക്ക് സഹായിക്കുവാൻ, വീണ്ടും ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ ചില വ്യക്തികളുടെ മുന്നേ വാതിലുകളെ തുറക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ദൈവദൂതന്മാർ ചിലരെ സന്ദർശിക്കുവാൻ പോകുന്നു. ദൈവദൂതന്മാർ ചിലരുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രു അടച്ചു വെച്ചത്, ഇനി നടക്കില്ല എന്ന് പറഞ്ഞത്, മുദ്രയിട്ടത്, ഇനി ആർക്കും തുറക്കുവാൻ വഴിയില്ല എന്ന് പറഞ്ഞ് മുദ്രയിട്ടതിന് ആ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് കർത്താവ് ഇറങ്ങി പുറത്തു വന്നതുപോലെ ചിലരുടെ ജീവിതത്തിനകത്ത് പുതിയ നന്മകളാൽ പുറത്തു വരുവാൻ പോകുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഹൃദയപരമായി വിശ്വസിച്ചാൽ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. ചിലരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ അവിടെ കടന്നു വന്നപ്പോൾ അവരാദ്യം കണ്ടത് എന്താണ്? അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. ഹല്ലേലൂയ. അവരുടെ മുന്നേ എന്ത് ചെയ്തിരിക്കുന്നു? പാറ നീങ്ങിപ്പോയിരിക്കുന്നു. അവർ അകത്ത് കയറിയപ്പോൾ ദൈവ കർത്താവിനെ കണ്ടില്ല. പിന്നീടുള്ള കാഴ്ചകളൊക്കെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ അവരുടെ മുന്നേ തടസ്സമായി നിന്ന വാതിലിനെ തുറന്നതുപോലെ നമുക്ക് വേണ്ടിയും കർത്താവ് ചില വാതിലുകളെ ഈ ദിവസങ്ങളിൽ ഇന്ന് മുതൽ തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മുന്നേ ശത്രു അങ്ങനെ വാതിലുകൾ അടയ്ക്കാം, ആ വാതിലിനെ തുറക്കുവാൻ കർത്താവിന് കഴിയും. അതേപോലെ നമ്മുടെ മുന്നേ ശത്രു തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളൂടെ പറയും. എന്തിനാണ് ശത്രു തടസ്സമായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ചെങ്കടൽ കടന്നു വന്നിട്ടും യോർദാൻ കടന്നു വന്നിട്ടും അവരുടെ മുന്നേ എരിഹോ മതിൽ തടസ്സമായി നിന്നതിന് കാരണം എന്തെന്നറിയാമോ? നമ്മുടെ മുന്നേ നന്മ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത നന്മ നമ്മുടെ മുന്നേ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രാപിക്കാതിരിക്കുവാൻ ശത്രു പല തടസ്സങ്ങൾ കൊണ്ടിടും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങളുടെ മുന്നേ ഇത്രത്തോളം തടസ്സങ്ങൾ വരുന്നതിന് കാരണം ഇസ്രായേൽ ജനങ്ങൾ പ്രയത്നിച്ചതല്ല, ഇസ്രായേൽ ജനങ്ങൾ കഷ്ടപ്പെട്ടതല്ല, തൻ്റെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ നിയോഗത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് ആരെ കൊണ്ടുപോവുകയാണ്? ഇസ്രായേൽ ജനങ്ങളെ യഹോവയായ ദൈവം നടത്തിക്കൊണ്ട് പോവുകയാണ്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരുടെ മനസ്സ് മടുപ്പിപ്പാൻ, ഇവർ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ, ഇവർ ലോകപരമായി അല്ലെങ്കിൽ മറ്റുള്ള ജാതിപരമായി കൂട്ടുകൂടുവാൻ, എല്ലാത്തിനും കാരണമായ വഴികളെ, ഈ നല്ല വഴികളെ അടച്ചടച്ച് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ് പിശാചിൻ്റെ തന്ത്രം. ഹല്ലേലൂയ. അതുപോലെ പ്രിയജനമേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഒരു നന്മയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു പ്രവചന ശബ്ദം നിങ്ങൾക്ക് ലഭിച്ചെന്നിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ നന്മ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? തടസ്സമാണ്, അല്ലേ? നന്മ കിട്ടിയിട്ടുണ്ട് ചില വ്യക്തികൾക്കെങ്കിലും. എനിക്കൊക്കെ നന്മ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങൾ. പ്രവചന ശബ്ദം കേട്ട അടുത്ത നിമിഷങ്ങൾ തന്നെ അത്ഭുതത്തിൻ്റെ വാതിൽ തുറന്ന ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് പറഞ്ഞാലും നമ്മുടെ മുന്നിൽ കാണുന്ന തടസ്സമാണ്. നമ്മൾ അപ്പോഴെന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വരും, നമ്മുടെ ഉള്ളിൽ പിറുപിറുപ്പ് വരും. ഇനി മേലാൽ നിങ്ങൾക്കതുണ്ടാകരുത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങളുടെ മുന്നേ എന്ത് ചെയ്തു? ചെങ്കടൽ വന്നു. ആ ചെങ്കടലിനെ മോശയിലൂടെ വിഭജിച്ചു. അടുത്ത മോശയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ യോർദാൻ്റെ പ്രതികൂലം വന്നു. യോശുവയിലൂടെ അത് വിഭജിച്ചു. അടുത്ത നിമിഷം എന്ത് ചെയ്തു? എരിഹോ മതിൽ വന്നു. ബാക്കി എല്ലാം ചെയ്തതുപോലെ ചെങ്കടൽ വിഭജിച്ചതും യോർദാനും വെള്ളമെന്ന് പറയാം. ചെങ്കടൽ വിഭജിച്ച ജനം കണ്ടിട്ടുണ്ട്. അതുപോലെ യോർദാൻ്റെ കരയിൽ എത്തുമ്പോഴും യോശുവ പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ പറ്റി. പക്ഷേ
യോർദാൻ യെരിഹോ മതിലിൻ്റെ കരയിലെത്തിയപ്പോൾ, യെരിഹോ മതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇന്ന് വരെ കാണാത്ത തടസ്സമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ ആ രാജ്യം സൃഷ്ടിച്ച തടസ്സമാണ് അവർ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതിനെങ്ങനെ തകർക്കുമെന്ന് അറിയില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടി അവർ കാത്തിരുന്നപ്പോൾ യോശുവയുടെ അടുക്കേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ദൈവം സംസാരിച്ചത് പ്രകാരം യോശുവയും തന്നോടുകൂടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരും അതിനു ചുറ്റും നടന്ന് ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിൽ തകർന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നന്മ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എവിടെയെങ്കിലും തടസ്സം നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം നിനക്കിത് നന്മ തരുമെന്ന് പറഞ്ഞത് നിൻ്റെ ഹൃദയത്തിനകത്ത് നിനക്ക് വിശ്വാസപൂർവ്വം ഏറ്റെടുക്കുവാൻ പറ്റിയിട്ട് നിന്ന് നന്മ ലഭിക്കാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ആ വിഷയത്തെ നോക്കി, നിൻ്റെ മുന്നിൽ നിൽക്കുന്ന തടസ്സം നോക്കി കരയുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ മുന്നേ യഹോവയുടെ നാമത്തിൽ ആർപ്പിടണം, ആരാധിക്കണം. നിൻ്റെ ആരാധന മറ്റുള്ളവർക്കൊരു അത്ഭുതമായി തീരണം. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടവും പ്രയാസവും അറിയുന്ന മനുഷ്യർ ഇതെങ്ങനെ ഇവൻ ആരാധിക്കുന്നുവെന്ന് തോന്നണം. ഹല്ലേലൂയ. ഇത് ആരോടൊക്കെയോ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. നിൻ്റെ ആരാധനയ്ക്ക് പ്രതിഫലമുണ്ട് പ്രിയ സഹോദര സഹോദരി. നിൻ്റെ ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. യോശുവയും കൂട്ടുകാരും അല്ലെങ്കിൽ യോശുവയും പുരോഹിതന്മാരും ആർപ്പിട്ടപ്പോൾ അവരുടെ മുന്നേ ഇന്ന് വരെ കാണാത്ത ചരിത്രം പോലെ യെരിഹോ മതിൽ താഴ്ന്നു പോയതുപോലെ നിൻ്റെ മുന്നേ ശത്രു കെട്ടിപ്പൊക്കിയ ചില വാതിലുകൾ ഈ ദിവസങ്ങളിൽ പിന്നീട് അതിനകത്ത് ഒരു പ്രതീക്ഷയുമില്ലാതെ വണ്ണം, ഒരിക്കലും ഉയർന്നു വരാതെ വണ്ണം അത് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. നിൻ്റെ ആരാധന സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ, നിൻ്റെ സ്തോത്രം, നിൻ്റെ ആദരയാഗമെന്ന് പറയുന്ന സ്തോത്രയാഗം സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ, നിൻ്റെ ആർപ്പിൻ്റെ ഘോഷം ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു അടച്ച വാതിലുകളെ തകർക്കുവാൻ നമ്മുടെ മേൽ കർത്താവ് തന്നിരിക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. അത് നമ്മൾ മറ്റ് പുതിയ നിയമത്തിനകത്തും കാണുവാൻ കഴിയുമല്ലേ. ഉണർവിന് വേണ്ടി പോയതാണ് പൗലോസ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ്. പൗലോസ് അപ്പോസ്തലനും ശീലാസെല്ലാം കൂടെ ഉണർവിന് വേണ്ടി പോയതാണ്. ഉണർവിന് പോയ സ്ഥലത്താണ് മക്കദോനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 16:10 മുതൽ 12 വരെ, അതിൻ്റെ 16, 25 വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവർ പുറപ്പെട്ട് അവർ അവിടെ ചെന്ന് മക്കദോനിയ എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി. മക്കദോനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പൗലോസിനെ സ്വപ്നത്തിലൂടെ കണ്ടിട്ടാണ് കർത്താവ് വിടുന്നത്. അപ്പോൾ ആ ദേശത്തിൻ്റെ അകത്തുള്ള ഉണർവ് ആരിലൂടെ നടക്കണം? പൗലോസ് അപ്പോസ്തലനിലൂടെ നടക്കണം. അഭിഷിക്തൻ അവിടെ ചെന്ന് ഇറങ്ങി. അവർ ചന്തയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പറഞ്ഞു തുടങ്ങി. ചന്തയിൽ രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്നു. ആ വചനപ്രകാരം അവളും അവളുടെ കുടുംബവും മാനസാന്തരത്തിലേക്ക് വന്നു. ആ മാനസാന്തരം നടന്ന്, ആ പ്രവൃത്തി നടന്ന് അതിൽ നിന്നൊരു വാതിൽ തുറന്നുവെന്ന് പൗലോസിന് മനസ്സിലായി. താൻ മറ്റുള്ള സ്ഥലങ്ങളിൽ സുവിശേഷിച്ചിട്ട് വരുമ്പോഴാണ് വെളിച്ചപ്പാടത്തിലുള്ള സ്ത്രീ എന്ത് ചെയ്യുന്നത്? തന്നെ ബാക്കിൽ നിന്ന് ശല്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാതിൽ തുറന്നുവെന്ന് തോന്നിയ സമയത്ത് അടുത്ത ശത്രു നേരിട്ട് വരെയാണ്. താൻ എന്ത് ചെയ്തു? താൻ മുഷിഞ്ഞ് അതിനെ ശാസിച്ചു. സ്പോട്ടിൽ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയിൽ നിന്ന് ഡെലിവറൻസ് നടന്നു. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വെളിച്ചപ്പാടത്തിയും കുടുംബവും സ്നാനമെടുത്തതാണ്. അത് അതിനകത്തില്ല. ഹല്ലേലൂയ. 100% എടുത്ത് വേണം എന്ന് പറഞ്ഞാൽ അവൾ അത്രയും കാലം ആരുടെ പിടിയിലായിരുന്നു? സാത്താൻ്റെ പിടിയിൽ. ദൈവത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നിന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ തൊട്ട് താഴെ വായിക്കുമ്പോൾ അവളിൽ നിന്ന് സാമ്പത്തികമുണ്ടായിരുന്ന യജമാനന്മാർക്ക് അല്ലെങ്കിൽ അവളെ വച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾക്കത് നഷ്ടമായി ഭവിക്കുകയും അവർ ഇവരെ പിടിച്ചെന്ത് ചെയ്തു? ന്യായശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം തടവറയിലേക്കാക്കി. ഹല്ലേലൂയ. ആ തടവറയിൽ കിടന്ന് രാത്രികാലം അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചും ആരാധിച്ചും സ്തുതിച്ചപ്പോൾ ആ തടവറയുടെ അടിസ്ഥാനം കുലുങ്ങിപ്പോയി. അവരുടെ കയ്യിലുള്ള ചങ്ങലകൾ പൊട്ടിമാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവരുടെ മുന്നേ തടസ്സമിട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു യോർദാൻ്റെ തടസ്സം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തടസ്സമിട്ടത് അവർക്ക് നന്മ പ്രാപിക്കുവാനാണെങ്കിൽ, ഇന്ന് ഇതിനകത്ത് കേൾക്കുന്ന നിൻ്റെ ശുശ്രൂഷ വളരാതിരിക്കുവാനും ആര് തടസ്സമിടും? ശത്രു തടസ്സമിടും. നിൻ്റെ ജീവിതത്തിനകത്ത് ഉയർച്ച ലഭിക്കുവാതിരിക്കുവാനല്ല, ദൈവത്തിൻ്റെ നന്മ ലഭിക്കുവാതിരിക്കുവാൻ മാത്രമല്ല, നിൻ്റെ ശുശ്രൂഷ നിനക്ക് വേണ്ടി ദൈവം വഴി തുറന്ന് നീ അടുത്ത് ഒരു ഉണർവിൻ്റെ പ്രതിനിധിയായി സഞ്ചരിക്കേണ്ട വ്യക്തിയാണെങ്കിൽ, നീയും നിൻ്റെ കുടുംബവുമായി ദൈവവേല ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ സാത്താൻ ശ്രമിക്കും.
നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ തകർക്കുവാൻ സാത്താൻ ശ്രമിക്കും. നിന്നെ തടവിലാക്കുവാൻ, നിന്നെ ഒറ്റപ്പെടുത്തുവാൻ ആര് ശ്രമിക്കും? ശത്രു ശ്രമിക്കും. നീ അതിനകത്ത് മൗനമായിരിക്കരുത്. നീ വാ തുറന്ന് പ്രാർത്ഥിച്ച്, വാ തുറന്ന് ആരാധിച്ച്, കൂടെ ഉള്ളവരുടെ കെട്ടുകളെ വരെ പൊട്ടിച്ച് വേണം പുറത്തിറങ്ങുവാൻ. ഹല്ലേലൂയ. ശീലാസും പൗലോസുമായി ആരാധിച്ചു. തടവറയിലാണ്, ചങ്ങലയിലാണ്, എഴുന്നേൽക്കാൻ പറ്റില്ല. രാവിലെ കിട്ടിയ അടിയുടെ ശാരീരിക വേദനകളുണ്ട്. ഇതെല്ലാം അഭിഷിക്തന്മാർ മറന്നു. അവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ പ്രാർത്ഥിച്ചും സ്തുതിച്ചപ്പോൾ തങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന, തടവറയിൽ ഉണ്ടായിരുന്ന വ്യക്തികളുടെ ചങ്ങലകളും പൊട്ടി, തങ്ങളുടെ മേൽ കിടന്ന ചങ്ങലകളും പൊട്ടി. പിന്നീട് ഒരുവന് അടച്ചിടുവാൻ കഴിയാതെ വണ്ണം ആ തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിപ്പോയെങ്കിൽ, ഇന്ന് എൻ്റെ പ്രിയ ജനമേ, നിങ്ങളെ ശത്രു അടച്ച് സീല് ചെയ്ത വാതിലുകളെ പൊട്ടിക്കുമ്പോൾ നിങ്ങളുടെ ദേശത്തിനകത്ത് ഒരു ഉണർവ് നിങ്ങളിലൂടെ വരികയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ അടിസ്ഥാനങ്ങളെ തകർത്തുകൊണ്ട് പിന്നീട് നിങ്ങളുടെ പിന്നാലെ വരുന്ന ഒരു അഭിഷിക്തനോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ ചാർച്ചക്കാരെയോ പിടിച്ചു കെട്ടുവാൻ പോലും കഴിയാതെ വണ്ണം ശത്രുവിൻ്റെ എല്ലാ തലങ്ങളെയും തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ അന്യഭാഷയ്ക്ക് ശക്തിയുണ്ട്, നീ ദൈവമായി കൊടുത്ത വിലയ്ക്ക് ശക്തിയുണ്ട്. ഓ റിഹബല ദുരഹ ശദല ബദരഹ റദുല. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണമെങ്കിൽ പ്രാർത്ഥന നിന്റെ ജീവിതത്തിനകത്ത്, പ്രാർത്ഥനയ്ക്കൊരു കുറവും വരുത്തരുത്, ആരാധനയ്ക്കൊരു കുറവും വരുത്തരുത്. ഇവിടെ ഒരാൾ വന്നു എന്നോണ്ട് ആരാധ്യർ പാടെന്ന് പറയുമ്പോഴല്ല ആരാധിക്കേണ്ടത്. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, 9 മണിക്ക് മുന്നേ സഭയ്ക്കകത്ത് വരണം. ഹല്ലേലൂയ. വചനത്തിന് പവറില്ലെന്നല്ല കേട്ടോ, വചനത്തിനും പവറുണ്ട്, വചനമാണ് ശക്തി. പക്ഷേ നീ കൊടുക്കുന്ന ആരാധനയ്ക്കാണ് വില. ഹല്ലേലൂയ. നീ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്കാണ് വില. ഇവിടെ ഇന്ന് നേരത്തെ വന്നവർക്കറിയാം, വർഷിപ്പ് സമയത്ത് ചിലപ്പം ആരും കരമടിച്ച് കാണില്ല, പക്ഷെ നീ മാത്രമായിരിക്കും കരമടിച്ച് ആരാധിച്ചത്. നിനക്കും നിൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷം നിനക്ക് മാത്രമേ അറിയാവൂ. അങ്ങനല്ലേ? അത് ഞാൻ മാത്രം കരമടിച്ചുകൊണ്ട് എനിക്ക് മാത്രമാണ് സന്തോഷം ഉണ്ടായത്. ദൈവത്തിന് നീ എത്രത്തോളം നന്ദിയുള്ള ഹൃദയം നീ പകരുന്നു, അത്രത്തോളം നിന്നെ നിറയ്ക്കുവാൻ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് ചിലരുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെ മാറ്റും. നീ ഇന്ന് കാണുന്ന നെഗറ്റീവ് ചിന്തകളെ മാറ്റിവെച്ച് നീ തടവറയിൽ കിടക്കുകയാണെങ്കിലും, നിൻ്റെ ജീവിതത്തെ പിശാച് പൂർണ്ണമായും ബന്ധിച്ചു എന്ന് തോന്നിയാലും, ശത്രു നിന്നെ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് തോന്നിയാലും, നീ അതിൻ്റെ മധ്യേ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ഭാര്യ കർത്താവിനെ യഥാർത്ഥമായി അറിയുന്ന വ്യക്തിയായിരിക്കില്ല, നിൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയുന്ന വ്യക്തിയായിരിക്കില്ല. എങ്കിൽ കൂടി നീ പ്രാർത്ഥിച്ചും ആരാധിച്ചും സത്യസന്ധമായി നടന്നാൽ അവനെ മാനസാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. വാതിൽ തുറക്കുവാൻ, വഴി തുറക്കുവാൻ കർത്താവിന് കഴിയും. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നിനക്ക് തന്നെ മനസ്സിലാകില്ല. അപ്പം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വലിയ കരം നിൻ്റെ ജീവിതത്തിനകത്ത് ചലിക്കുവാൻ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നീ എന്ത് ചെയ്യണം? ആരാധിക്കണം. അത് നീ തടവറയിൽ കിടന്നാലും ആരാധനയ്ക്കൊരു കുറവും വരുത്തരുത്, പ്രാർത്ഥനയ്ക്കൊരു കുറവും നീ വരുത്തരുത്. നിൻ്റെ ജീവിതം കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് ആശ്രയം ആര് മാത്രമേ ഉള്ളൂ? കർത്താവ് മാത്രമേ ഉള്ളൂ. നിൻ്റെ കഷ്ടം, നിൻ്റെ പ്രയാസം, നിൻ്റെ ബുദ്ധിമുട്ട്, നിനക്കിന്നുണ്ടായിരുന്ന തടസ്സങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് ആക്ഷേപിക്കാൻ കഴിയുമെന്നല്ലാതെ, ചിലപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നല്ലാതെ അതിനകത്ത് ദൈവപ്രവൃത്തി ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനകത്തൊരു വിടുതൽ നൽകുവാൻ അവർക്ക് കഴിയില്ല. മനുഷ്യന് കഴിയുമോ? അവർ കുറേ ഉത്തരങ്ങൾ പറഞ്ഞു തരും. നീ എങ്ങനെ ചെയ്, അങ്ങനെ ചെയ്, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതൊക്കെ വന്നിട്ടുള്ളത് തന്നെയാണ് എന്നൊക്കെ പറയും. പക്ഷേ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, ശീലാസും പൗലോസും പ്രാർത്ഥിച്ചതുപോലെ ആരാധിച്ചതുപോലെ ആരാധിച്ചാൽ നിനക്ക് മാത്രമല്ല, നിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, നിന്നോട് പോലെ തടവിൽ കിടക്കുന്ന വ്യക്തികളെ വിടുവിച്ചെടുക്കുവാനും കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, നീ ആരാധിക്കണം, നീ പ്രാർത്ഥിക്കണം. നീ വിടുതൽ പ്രാപിച്ചാൽ നിൻ്റെ മുന്നിൽ വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും വിടുതൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീ കൂടെ നിൻ്റെ കയ്യിൽ കിട്ടി. അതിൻ്റെ അധികാരം എന്ത് ചെയ്തു? നീ പ്രാപിച്ചു. നീ രോഗിയാണെങ്കിൽ നീ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നിനക്ക് ലഭിച്ചാൽ ഉറപ്പായും നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നീട് അവൻ ആ അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുവാൻ കഴിയില്ല. അടിസ്ഥാനത്തെ പൂർണ്ണമായും തകർന്നതുപോലെ
കർത്താവ് പ്രവർത്തിക്കുമ്പോൾ, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ആ അടിസ്ഥാനങ്ങൾ പൂർണ്ണമായും, ശത്രുവിൻ്റെ അടിസ്ഥാനങ്ങൾ പൂർണ്ണമായും തകർന്നു മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതേപോലെയാണ് പത്രോസ് എന്ന് പറയുന്ന വ്യക്തി. പത്രോസ് അപ്പോസ്തലൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, പത്രോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? ഹെരോദ രാജാവ് എന്ത് ചെയ്തു? പിടിച്ച് തടവിലിട്ടു. തന്നോടുള്ള സഹോദരനെ കൊന്നുകളഞ്ഞു. തന്നെയും കൊല്ലുവാൻ വേണ്ടി രാജാവിൻ്റെ ഇച്ഛപ്രകാരം തടവിലിട്ടിരിക്കുന്ന സമയത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭയുടെ പ്രാർത്ഥന ഉയർന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഉറങ്ങുകയായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിനകത്ത് 100% വിശ്വാസം ഉണ്ടായിരുന്നു. തന്നെ എന്ത് ചെയ്യില്ല, തകർക്കുവാൻ ശത്രുവിനെ കഴിയില്ല എന്ന് 100% വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ പത്രോസ് ഉറങ്ങുകയായിരുന്നു. അന്ന് രാത്രികാലം എന്ത് ചെയ്തു? ദൂതൻ ഇറങ്ങി വന്ന് പത്രോസ് അപ്പോസ്തലനെ വെടിവെച്ചു. തൻ്റെ 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് ഇരുമ്പ് വാതിൽ തുറന്ന് തന്നെ പുറത്തെത്തിച്ച് ദൂതൻ സംരക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ശത്രു വാതിലടച്ച് ഇനി ഉയർച്ച വരില്ല എന്ന് പറയുന്നിടത്ത് ആരിറങ്ങും? ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി പത്രോസിനെ വിടിവിക്കുക മാത്രമല്ല ചെയ്തത്. അതിൻ്റെ തൊട്ടുള്ള അധ്യായങ്ങൾ, തൊട്ടുള്ള വാക്കുകൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ആ രാജാവിന് എന്ത് ചെയ്തു? ദൂതൻ അടിച്ചു, കൃമിക്കിടയായി തീർന്നു. ഹല്ലേലൂയ. അഭിഷിക്തനെതിരെ, ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാകട്ടെ ശത്രുവാകട്ടെ പിന്നീട് അവൻ ഈ ലോകത്ത് നിൽക്കുവാനുള്ള അധികാരം ആര് കൊടുക്കില്ല? കർത്താവ് കൊടുക്കില്ല. നിനക്കെതിരെ വാതിലടച്ച ശത്രു വാതിലടച്ച് നീ തകരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത്, നീ ഇനി ഉയരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത്, നീ ഇനി വളർച്ച പ്രാപിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത്, ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നിനക്ക് ഞാൻ വിളിച്ചു പറയുന്നു, നീ ആരാധിക്കുകയും നീ പ്രാർത്ഥിക്കുകയും നീ സ്തുതിക്കുകയും നീ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നിനക്കിന്ന് പകൽക്കാലം ഒരു വിടുതലുണ്ട്. ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുന്നുണ്ട്. ആ വാതിലിനെ അടയ്ക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. ആ വാതിൽ തുറന്നത് കർത്താവാണെങ്കിൽ, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം, കർത്താവിനോടൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം, കർത്താവിന് വില കൊടുക്കുന്നിടത്തോളം കാലം, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം, കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്നിടത്തോളം കാലം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നിടത്തോളം കാലം നിന്നെ തകർക്കുവാൻ ശത്രുവിന് ഒരു കാരണവശാലും കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് എഴുന്നേൽക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വാതിൽ തുറക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.